നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് നെന്മാറയിൽ ഇരട്ട കൊലപാതകം. ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് അമ്മയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. പോത്തുണ്ടി സ്വദേശി 58 വയസ്സുള്ള സുധാകരനെയും അമ്മയായ 76 വയസ്സുള്ള മീനാക്ഷിയുമാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. 2019 സുധാകരന്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്നു 58-കാരനായ ചെന്താമര. ജയിലിൽ പോകുമ്പോൾ തന്നെ ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു. ഇപ്പോൾ ഇയാൾ ജാമ്യത്തിലിറങ്ങിയ ശേഷവും കുടുംബത്തെ വകവരുത്തുമെന്ന് പറഞ്ഞും ഭീഷണി മുഴക്കിയിരുന്നു. തുടർന്നാണ് അതേ കുടുംബത്തിലെ തന്നെ ഇരുവരെയും കൊലപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം നടക്കുന്നത്. അയൽവാസിയായിരുന്ന ഇവരെ വീടിന്റെ മുന്നിൽ വച്ചാണ് കൊലപ്പെടുത്തുന്നത്. വ്യക്തിവൈരാഗ്യവും വാക്കുതർക്കവുമാണ് സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് അറിയുന്നത്. ഈ കേസിൽ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതി ജാമ്യത്തിൽ ഇറങ്ങുന്നത്. തുടർന്നാണ് ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇരുവരെയും നെന്മാറ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൊലപാതകത്തിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ മാനസിക രോഗിയും അപകടകാരിയുമാണെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ പോലീസിൽ അറിയിച്ചിരുന്നു. കൂടാതെ ഇയാളെ ഇവിടെ നിന്ന് മാറ്റണമെന്നും പറഞ്ഞിരുന്നതാണ്. ഇതിൽ യാതൊരു നടപടിയും പോലീസ് കൈക്കൊണ്ടിരുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ചെന്താമരയുടെ ഭാര്യയും മകളുമായും ഇയാൾ അകന്നു കഴിയുകയാണ്. ഇവരെയും ഇയാൾ ആക്രമിച്ചിരുന്നു. കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം സജിത ഉൾപ്പെടെയുള്ള അയൽവാസികളാണെന്ന് ഇയാൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് 2019 ഇയാൾ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ സമയം സജിതയുടെ ഭർത്താവായ സുധാകരനും മക്കളും വീട്ടിലുണ്ടായിരുന്നില്ല. സ്ഥലത്ത് മറ്റാരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഇയാളെ പോലീസും നാട്ടുകാരും സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഭാര്യയെയും കുട്ടിയെയും പിണങ്ങിപ്പോയതിന് കാരണം അയൽവാസിയായ സജിതയും മറ്റു ചില അയൽവാസികളുമാണെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് സജിതയെ കൊലപ്പെടുത്തിയതെന്നും ഇയാൾ മൊഴി നൽകി. അതേ വൈരാഗ്യം തന്നെയാണ് ഇപ്പോൾ സജിതയുടെ ഭർത്താവായ സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്താൻ കാരണമായത്.